പലപ്പോഴും പലരെയും നമുക്ക് നല്ല പരിചയവും സുഹൃത്ത് ബന്ധവും അടുത്ത ബന്ധവുമെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ അവരെക്കുറിച്ച് നമ്മൾ പലതും നമുക്ക് അറിയാതെ പോകും. അതിന് ഒരു ഉദാഹരണമാണ് ശ്രീ സെയ്ദ് അലി. ഇന്നത്തെ എൻ്റെ ഓണാഘോഷമാണ് വാസ്തവത്തിൽ ഓണത്തിൻ്റെ ശരിയായ അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്നത്. സെയ്ദ് അലി തൻ്റെ ഒരു വർഷം കച്ചവടം നടത്തുന്നതിൻ്റെ ലാഭവിഹിതം എടുത്തുകൊണ്ട് എല്ലാ വർഷവും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ആഘോഷങ്ങൾ പ്രഹസനമാകുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഹൈനസ് സോളാറിൻ്റെ ഇത്തവണത്തെ ഓണാഘോഷം. നമ്മുടെ തങ്കം പുനർജനിയിലെ അന്തേവാസികളായ മാതാപിതാക്കൾക്കൊപ്പം ഒരു വൈബുള്ള ഓണാഘോഷം. ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് മാത്രമാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ലാഭത്തിൽ ഒരു വിഹിതം ഇത്തരം അന്തേവാസി കേന്ദ്രങ്ങളിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇവരുടെ ഓണാഘോഷം ഇത്തവണ പുനർജനിയിൽ സംഘടിപ്പിച്ചത്. ഹൈനസ് സോളാറിൻ്റെ ഈ ഓണാഘോഷം എല്ലാവർക്കും ഒരു മാതൃകയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഒരു വ്യത്യസ്തമായ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സെയ്ദ് അലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹൈനസ് സോളാർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആഭിമുഖ്യത്തിൽ അവരുടെ സ്റ്റാഫ് അംഗങ്ങൾക്കായി നടത്തപ്പെടുന്ന ഒരു ഓണാഘോഷം. എന്നാൽ വെങ്ങാനൂരിൽ പ്രവർത്തിക്കുന്ന തങ്കം പുനർജനി എന്നുള്ള വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഓൾഡേജ് ഹോമിലെ അന്തേവാസികൾക്കൊപ്പം അവരുടെ ഓണാഘോഷം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ ഇത്തവണത്തെ ഹൈനസ് സോളാർ പ്രൈവറ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓണാഘോഷം ഇവരോടൊപ്പമാണ്. അവരോടൊപ്പം ഞാനും ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നു. ഓണത്തിൻ്റെ ദ ക്രക്സ് എന്ന് പറയുന്ന അടിസ്ഥാന മൂല്യങ്ങളോട് ചേർന്നുള്ള ഒരു ആഘോഷ പരിപാടിയാണ് ഇന്നത്തെ പരിപാടി. സമൂഹത്തിൽ നിന്നും പലരും ത്യജിച്ചിട്ടുള്ള വ്യക്തികളെ നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് താങ്ങാൻ നിന്നുകൊണ്ട് നമ്മൾ ആഘോഷങ്ങൾ നടത്തുമ്പോഴാണ് അതിൻ്റെയൊക്കെ അർത്ഥം പൂർണ്ണമാകുന്നത്. പരസ്പര ബഹുമാനത്തോടു കൂടി ഇവിടെ ജീവിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും കണ്ടപ്പോൾ തന്നെ വാസ്തവത്തിൽ ഇവിടെ വരാൻ കഴിയുന്ന വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഏതായാലും ഇത്തവണ ഇവിടെ കൂടാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. അതിനിപ്പോൾ അലിയാണ് വാസ്തവത്തിൽ അതിന് കാരണമായി തീർന്നത്. ഞാൻ മനസ്സിൽ നിൽക്കുകയായിരുന്നു, പരിപാടി എന്താണെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട്. എങ്കിലും ഇന്നലെ അലീവൻ നിർബന്ധിച്ച് തന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രോഗ്രാം തന്നെയാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനൊന്നുകൂടി അലിക്ക് നന്ദി പറയുന്നു. ഇവിടെ ഉള്ള ഇന്നത്തെ ഓണാഘോഷ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് KP ഷീല. ഞാൻ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാൻ ഓണം ആഘോഷിക്കുന്നത് പുനർജനി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിലാണ്. ഇവിടെ അന്തേവാസികളായ ധാരാളം അമ്മമാരും ഇവിടെയുണ്ട്. അവരോടൊപ്പമാണ് ഞാൻ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ബാലരാമപുരത്ത് ബിസിനസ് നടത്തുന്ന ഹൈനസ് സോളാർ ബിസിനസ് നടത്തുന്ന സെയ്ദ് അലി എല്ലാ വർഷവും തനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവരെ സഹായിക്കുന്ന രീതിയിലാണ്, അതായത് ക്യാൻസർ പേഷ്യൻറ്റിനെ ഉൾപ്പെടെയുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ഈ പുനർജനി ചാരിറ്റിയിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അന്തേവാസികൾക്കാണ് ഓണാഘോഷത്തിന് ഇന്ന് സദ്യ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചിവിടെ എത്തിയിരിക്കുന്നത്. വെങ്ങാനൂർ പുനർജനി അമ്മമാരുടെ കൂടെ ബാലരാമപുരം ഹൈനസ് സോളാർ സിസ്റ്റത്തിൻ്റെ ഉടമ ശ്രീ അലി, അത് എൻ്റെ വാർഡിലെ എൻ്റെ അയൽവാസിയും കൂടെയാണ്. അദ്ദേഹം ഈ ഒരു പുണ്യപ്രവൃത്തി നടത്തിയതിൽ അതിയായ സന്തോഷവും ഇവിടുത്തെ അമ്മമാർക്ക് ഈ നൽകിയ ആഹാരത്തിനും മറ്റ് സൗകര്യത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോളാർ സിസ്റ്റത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സെയ്ദ് അലി ഇവിടെ നടത്തിയ കാരുണ്യ പ്രവൃത്തി ഏറ്റവും അനുകരണീയവും മാതൃകാപരവുമാണ്. ഇത്തരത്തിലുള്ള സുമനസ്സുകൾ ഈ സമൂഹത്തിൽ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കാലഘട്ടമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ വാർദ്ധക്യം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. മാതാപിതാക്കൾ വാർദ്ധക്യം ബാധിച്ച് വൃദ്ധരാകുന്നതോടുകൂടി
മക്കൾ അവരെ സംരക്ഷിക്കാതെ അവരുടെ സ്വയം നിലനിൽപ്പിന് വേണ്ടി അന്യരാജ്യങ്ങളിലും അതുപോലെ സ്വന്തം കുടുംബവുമായി ചേക്കേറുമ്പോൾ അനാഥരാകുന്ന ഈ മാതാപിതാക്കളെ അല്ലെങ്കിൽ അമ്മമാരെ അച്ഛന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇതുപോലുള്ള വൃദ്ധസദനങ്ങൾ, ആ വൃദ്ധസദനങ്ങൾക്ക് ആ അമ്മമാരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഈ നാട്ടിലെ സുമനസ്സുകളുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ അലിയുടെ ഇന്നത്തെ ഈ ഓണസദ്യയും അവരുടെ കരുതലും സ്നേഹവും. അലി വളരെ നാളുകളായി ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന വ്യക്തിത്വമാണ് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ശ്രീ അലിക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാ ഓണാശംസകൾ നേരുന്നു. ഇവിടുത്തെ അന്തേവാസികൾക്ക് ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. നിത്യവും വൈകിട്ട് കാണുന്ന ഒരാളുമാണ് അലിയാക്ക. പക്ഷേ ഞാൻ ഇന്നേവരേക്കും ഇതുപോലത്തെ പ്രവർത്തനം പുള്ളി ചെയ്യുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് പുള്ളി ചെയ്യുന്ന ഇതുപോലത്തെ പ്രവർത്തികൾ ആരോടും പറയുന്നില്ല എന്ന്. ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ പങ്കെടുത്ത ഓണാഘോഷ പരിപാടികളിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ഓണാഘോഷ പരിപാടിയായിരിക്കും ഇത്. കാരണം നിങ്ങളോടൊപ്പം ഞാൻ യൂത്ത് ആയിരുന്ന സമയത്ത്, അതായത് ഞാൻ യൂത്ത് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് വൃദ്ധസദനങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ പോകാന്നുള്ളത്. പിന്നീട് ജോലിയിലോട്ടായി അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ആ ഒരു ഇതൊക്കെ മാറി. പക്ഷെ അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പം ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ആരും അങ്ങനെ മെനക്കെടാറില്ല. ബാലരാമപുരത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈനസ് സോളാർ എനർജി സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൻ്റെ MD ശ്രീ അലി, ഇവിടെ പുനർജനി വെങ്ങാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തങ്കം പുനർജനിയുടെ അമ്മമാർക്കും അച്ഛന്മാരും താമസിക്കുന്ന വളരെ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്ന ധാരാളം അമ്മമാർ, അവരുടെ കൂടെ ഇന്നത്തെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസം, ആ ദിവസം അമ്മമാർക്കൊക്കെ ഒരു സദ്യ നൽകാൻ കഴിഞ്ഞത് വളരെ ഒരു ഭാഗ്യമായി ജനപ്രതിനിധികളെ ഞങ്ങളൊക്കെ കരുതുന്നു. അതുപോലെ ഇതേപോലുള്ള സ്ഥാപനങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലെ ഹൈനസ് സോളാർ എനർജി സിസ്റ്റത്തിന് മാതൃകയാക്കിക്കൊണ്ട് ഇതുപോലെ ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം, സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. നമ്മുടെ നാടിൻ്റെ ആവശ്യമായി കണക്കിലാക്കിക്കൊണ്ട് എല്ലാവരും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണമെന്ന് മാത്രം പറയുന്നു. ഈ തിരുവോണം ആഘോഷിക്കുന്ന ഈ നാളിൽ വളരെയധികം സന്തോഷത്തോടു കൂടെയാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഹൈനസ് സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ MD ആയിരിക്കുന്ന സെയ്ദലിക്ക ഒരു പുണ്യപ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെ കൈതാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പുണ്യപ്രവൃത്തി ചെയ്തതിൽ സെയ്ദലിക്കയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അലി ഈ സംരംഭം തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമം കൊണ്ട് നന്നായിട്ട് ഈ സ്ഥാപനത്തെ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ഓണനാളിൽ ഹൈനസ് സോളാറിൻ്റെ ഓണറായ അലി ഇത്തരത്തിലുള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് തന്നെ നമുക്കെല്ലാം മാതൃകയാണ്. തീർച്ചയായും ഈ ഓണനാളിൽ പുനർജനി അന്തേവാസികളുടെ കൂടൊപ്പമാണ് അലിയും അലിയുടെ സുഹൃത്തുക്കളും അലിയുടെ കുടുംബാംഗങ്ങളും. നമുക്കെല്ലാവർക്കും വലിയ മാതൃകയും ആവേശവുമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു മെസ്സേജാണ്. ഹൈനസ് സോളാർ സൊല്യൂഷൻ അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതമെടുത്ത് ഈ അഗതി മന്ദിരത്തിലെ ആരോരുമില്ലാത്ത മാതാപിതാക്കൾക്കൊപ്പം ഓണം ആഘോഷിക്കാൻ കാണിച്ച മനസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? മുൻകാലങ്ങളിലും പല പ്ലാറ്റ്ഫോമുകളിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെറിയ തോതിൽ ചെയ്തു വരുമായിരുന്നു. ഇതുപോലുള്ള ഒരു ചെറിയ സംരംഭത്തിന്, ഒരു ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിഞ്ഞത് ദൈവത്തിന് നന്ദി പറയും.